ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഷമിത എഴുതിയിരിക്കുന്നൊരു മെയിലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് ഷമിത. യഥാർത്ഥ പേരല്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 10 മാസമേ ആയുള്ളൂ. വിവാഹാലോചന വീട്ടുകാർ തന്നെ കൊണ്ടുവന്നതാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ചെക്കൻ. അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ട് 3 വർഷമേ ആയുള്ളൂ. വളരെ ചെറുപ്പത്തിലെ ജോലി കിട്ടിയ ആളാണ്. എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ 1.5 വയസ്സ് മാത്രമേ ഉള്ളൂ പ്രായക്കൂടുതൽ. അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും തികഞ്ഞ ബന്ധമാണ് എന്നുള്ള രീതിയിൽ വീട്ടുകാർ എന്നോട് പറഞ്ഞു. മോളെ, നീ ഇവനെ തന്നെ കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ നിനക്ക് അബദ്ധമാകും. ഇനിയും കാത്തിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വരുന്നതൊക്കെ കുറച്ച് പ്രായം കൂടിയവരായിരിക്കും. 25 വയസ്സായല്ലോ, ഇപ്പം തന്നെ നീ കല്യാണം കഴിക്ക് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ പല പേടികളും ഉണ്ടായിരുന്നു. പുരുഷന്മാരോട് എനിക്ക് അത്ര വലിയ അടുപ്പമൊന്നുമില്ല. അവരുടെ കയ്യിലിരിപ്പ് ശരിയില്ലെന്നാണ് എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ളത്. എങ്കിലും ഇടയ്ക്കൊക്കെ റൊമാൻറ്റിക്കായിട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ റൊമാൻസിന് വേണ്ടി കല്യാണം കഴിക്കാനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ കല്യാണം നടന്നു. എൻ്റെ ഭർത്താവിനെ കാണാൻ സുന്ദരനാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എതിർക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നപ്പോൾ കല്യാണം നടന്നു. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടം ഒരു ഭ്രാന്താലയമാണെന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം, കല്യാണം നടക്കുമ്പോഴും നിശ്ചയം നടക്കുമ്പോഴുമൊന്നും അദ്ദേഹത്തിൻ്റെ അമ്മ വന്നിരുന്നില്ല. അവർക്ക് എന്തോ പ്രഷറൊക്കെ കൂടി വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു. കല്യാണത്തിനൊന്നും വന്നിരുന്നില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ നഗ്ന സത്യം മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആ വീട്ടിലല്ല താമസിക്കുന്നത്. അടുത്ത് തന്നെ വേറെ വീടുണ്ട്. ആ വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളി തനിയെ ഉണ്ടാക്കിയ വീടാണ്, തനിയാണ് താമസിക്കുന്നത്. നമ്മളോർക്കും ഭാര്യയുമായിട്ട് പിരിഞ്ഞ് വേറെ കല്യാണം കഴിച്ചു മറ്റോ ജീവിക്കാതിരിക്കുന്നത്. അങ്ങനെയല്ല. ഇവിടെ അമ്മായിമ്മയ്ക്ക് എന്തൊക്കെയോ മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അവർ പയർമണി പോലെ ഓടി നടന്ന് നല്ല ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തസുഖമാണെന്ന് എനിക്കിത്തിരി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്നെ തുറച്ചു നോക്കുകയും അനാവശ്യമായി ഒച്ചയെടുക്കുകയും മറ്റുള്ളവരെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്യുന്നു. എനിക്കത് കണ്ട് ആകെ പേടിയായി. വന്നു കയറിയ സ്ഥലം എനിക്ക് പറ്റിയതല്ലെന്ന് തോന്നി മാഡം. പക്ഷേ എന്ത് ചെയ്യാൻ, രക്ഷപ്പെട്ട് ഇറങ്ങി ഓടിപ്പോകാൻ പറ്റില്ല. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, ചേട്ടാ എന്തായത്? അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് എന്തുകൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞില്ല, എന്നോടൊന്ന് സൂചിപ്പിച്ചില്ലെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, അമ്മയ്ക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചുമ്മാതെ ഒന്ന് ഇളകുന്നതാണ്. എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ റെഡിയാകുമെന്ന് പറഞ്ഞു. അന്ന് രാത്രി പാലും പഴവും ഒന്നുമില്ലാത്തൊരു രാത്രിയായിരുന്നു. പുള്ളി പറഞ്ഞു, ഇന്ന് ബന്ധുക്കളൊക്കെ ഇവിടെ തങ്ങും. അപ്പോൾ അമ്മയ്ക്ക് അവരെ കാണുമ്പോഴേക്കും ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അമ്മയെ ഒത്തിരി ദ്രോഹിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും കൂടി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴേക്കും വാതിലിൽ മുട്ടുകിട്ടു. അപ്പോൾ കതക് തുറന്നപ്പോഴുണ്ട് അമ്മായിമ്മയാണ്. ആഹാ, 2 പേരും 7 മണിയായപ്പോഴേക്കും കയറി കഥ കടച്ചുവന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അമ്മേ 10:30 കഴിഞ്ഞും. 10:30 ഒരു സമയമാണോ? എന്തിനാ എപ്പോഴേ കയറി അങ്ങ് കഥ കടയ്ക്കുന്നത്? ഇവിടെ മറ്റു പലതും നിനക്ക് ചെയ്യാനുണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചോണ്ട് പോയി മാഡം. അടുക്കളയിൽ കൊണ്ടുചെന്നിട്ട് പഴയ കുറേ കഥകളൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ ആ കഥ കേട്ട് ബോറടിച്ചു. പിന്നീട് അവർ ഏകദേശം 1 മണിയായപ്പോഴാണ് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടത്. അപ്പോഴേക്ക് ഭർത്താവ് കൂർക്ക വലിച്ച് കിടന്നുറങ്ങിയിരുന്നു. എന്നിട്ട് മുറിക്കകത്തേക്ക് കയറിപ്പോയപ്പോൾ എന്നോട് പറയുകയാണ്, അവനെ ഇനി വിളിക്കണ്ട കേട്ടോ, അവനങ്ങ് ക്ഷീണമാണ്. അല്ലേലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവനെ വിളിച്ചാൽ നീ വിചാരിക്കുന്നതൊന്നും നടക്കില്ലെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ഞെട്ടി. അവരെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവരുടെ മുഖത്ത് ഒരു കുറുക്കൻ്റെ കണ്ണാണ് ഞാൻ കണ്ടത്. ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നുകിൽ ഇവർക്ക് അഹങ്കാരമാണ്, അല്ലെങ്കിൽ ഇവർ മാനസിക രോഗിയായിട്ട് അഭിനയിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്. എന്താണെന്നറിയാതെ അന്ന് ഞാൻ ഉറങ്ങാതെ നേരം വെളുപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് സ്നേഹപ്രകടനങ്ങളുമായിട്ട് വന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, പകലല്ലേ. കുറച്ചൊക്കെ ഞാൻ ആസ്വദിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പുറത്തു വന്ന് വിളിച്ച് ഞാൻ കിച്ചണിൽ പോവുകയും ചെയ്തു. അന്ന് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുളിച്ചു കഴിഞ്ഞ് അത്താഴം കഴിച്ചിട്ട് ഞാൻ എഴുന്നേറ്റു. ഹസ്ബൻഡും എഴുന്നേറ്റു. അത് കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് ആദ്യ റൂമിലേക്ക് പോയി. ഞാനാണെന്നുണ്ടെങ്കിൽ പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് റൂമിലേക്ക് പോയത്. അപ്പോൾ അമ്മായിമ്മ എന്നോട് ചോദിക്കുകയാണ്, എവിടെ പോവാടി രാത്രി കുളിച്ചൊരുങ്ങി, നീ തിരുവാതിര കളിക്കാൻ പോവാണെന്നും. അത് കേട്ടപ്പം എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഇവർക്ക് എന്ത് വട്ടാണെങ്കിലും ഇതിന് തിരിച്ച് മറുപടി പറയണമെന്ന് എൻ്റെ മനസ്സ് തുടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കറിയില്ലായിരുന്നു മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോഴേക്കും തിരുവാതിരയും കഥകളിയൊക്കെ അവിടെ നടക്കുമെന്ന്?
എൻ്റെ ചോദ്യം കേട്ട് അവർ കണ്ണൊക്കെ ഉരുട്ടി എന്നെ പേടിപ്പിക്കുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞു. അതിൽ നല്ല തെറിയുമുണ്ടായിരുന്നു. ഞാൻ തിരിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല. ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു എന്താ നടന്നതെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ് അവരെന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന്. ആ, അമ്മ അങ്ങനെയൊക്കെയാണ്, സഹിക്കാൻ തരമില്ലല്ലോ. അച്ഛന് പക്ഷേ അമ്മയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. പുള്ളി അപ്പുറത്ത് പുള്ളിയുടെ വീതത്തിൽ തനിയെ താമസിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഇങ്ങോട്ട് വരില്ല, തന്നെ വെച്ച് കഴിക്കുന്നതെന്നും. ഞാൻ പറഞ്ഞു, വല്ലാത്ത വിചിത്രമായ ഒരു കുടുംബം തന്നെയെന്ന്. ഇത്തിരി കഴിഞ്ഞപ്പോഴുണ്ട് മാഡം, ഞങ്ങൾ അടച്ച കഥകളിലെ ഒരു ഗ്ലാസ് എടുത്ത് ഒറ്റയേറ് അമ്മായിയമ്മ ഭർത്താവ് ഇറങ്ങി ചെന്ന്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്, അടങ്ങി ഒതുങ്ങി എവിടെങ്കിലും പോയി കിടന്നുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ലടാ എനിക്ക് ഉറക്കം വരില്ല, ഞാൻ അടങ്ങിക്കിടക്കണോ അടങ്ങാതെ കിടക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞു. ഭർത്താവ് കഥ കടച്ചു. അടുത്ത് വന്ന് എന്നോട് സ്നേഹമായി ഒന്ന് പെരുമാറാൻ ശ്രമിച്ചു. അടുത്ത് വന്നപ്പോൾ എനിക്ക് ഭർത്താവിനെ ഒത്തിരി ഇഷ്ടമായി. നല്ല ഹൃദ്യമായ ആൺഗന്ധം, അത് ഏതൊരു പെണ്ണിനെയും മോഹിപ്പിക്കും. സ്വന്തം ഭർത്താവിനെ പിന്നെ മോഹിക്കാൻ തരമില്ലല്ലോ. അങ്ങനെ പോപ്പോയും എല്ലാം കൊണ്ട് പൂക്കളമിട്ട് ഒരുക്കി തറക്കല്ലിടാൻ ശ്രമിക്കുമ്പോഴാണ് വാതിൽ ഒരു മുട്ട് കേട്ടത്. ഇതിവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ മുട്ടുകയാണ്. ഭർത്താവ് ഇറങ്ങിച്ചെന്ന് പിന്നെയും വഴക്കുണ്ടാക്കി. അപ്പോൾ 10 മിനിറ്റ് അടങ്ങി. ഇത്തിരി കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ഒന്നടുത്ത് സൊറ പറഞ്ഞ് പോയ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് ഒന്ന് തുടങ്ങാൻ ശ്രമിച്ചപ്പോഴുണ്ട് അവിടെ വാതിലിന് പുറത്ത് ഒരു പ്ലേറ്റോ മറ്റോ എന്തിലോ തട്ടുന്ന ശബ്ദം. അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയാണ്. ഒരു 10 മിനിറ്റ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വാതിൽ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ ഒരു കസേര ഇട്ടിട്ട് ഒരു പ്ലേറ്റിൽ ഒരു ഗ്ലാസ് കൊണ്ട് തട്ടുകയാണ്. അമ്മേ പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട്, എനിക്ക് ഉറക്കമില്ല, നിനക്ക് അറിയില്ലേ, ഞാൻ തട്ടി രസിക്കട്ടെ എന്നൊക്കെ പറയണം. ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താ അസുഖമെന്ന് അറിയില്ല മാഡം. അവർ അവിടെ നിന്ന് തട്ടുകയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പോയി മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ദുഃഖിച്ചു. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മയുടെ സ്വഭാവം മാറുമെന്ന് ഞാൻ വിചാരിച്ചു. അച്ഛനോട് മാത്രമേ പ്രശ്നമുള്ളതെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നോട് കഴിഞ്ഞ ആഴ്ച വരെ നല്ല സ്നേഹമായിരുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവും ദുഃഖിച്ചു. ഞാനും എനിക്കൊരു മറുപടിയില്ലാതെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് പോലും തോന്നിപ്പോയി. എന്തായാലും ഒരാഴ്ചയോളം ഇങ്ങനെ തന്നെയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരി അവൾ അവിടേക്ക് വിരുന്നിന് ക്ഷണിച്ചു. അവളുടെ വീട്ടിൽ അവൾ മാത്രമേ ഉള്ളൂ. അമ്മായിമ്മ ഉണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോയത്. അത് കഴിഞ്ഞിൽ പിന്നെ തന്നെയാണ് അവൾ താമസിക്കുന്നത്. ഇതുവരെയും കുട്ടികളുമായിട്ടില്ല. അവിടെ ചെന്ന് ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളെന്നോട് ചോദിച്ചു, എന്താടി ഒരു ഉറക്കക്കുറവ് പോലെയെന്ന്. ആ സമയത്ത് ഹസ്ബൻഡ് മാറിയിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു. എന്തൊരു ഗതികേടാടി ഇത്. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ രണ്ടുപേരെയും കൂടി ഇനിയിപ്പം വിരുന്നിന് പോകാതെ എവിടെയെങ്കിലും അങ്ങ് പോകൂ, ഹണിമൂണാന്ന് പറഞ്ഞിട്ട് 10 ദിവസം ദൂരേക്ക് എവിടെയെങ്കിലും അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഒരു സമയ സൗകര്യം കിട്ടും. അപ്പോൾ പരസ്പരം എല്ലാ കാര്യങ്ങൾക്കും ഒരു ശാന്തതയുണ്ടാകും, ഒരു രസമുണ്ടാകും എന്നവൾ പറഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവ് ഇതുവരെയും ടൂർ പോകുന്ന കാര്യമോ ഹണിമൂണിൻ്റെ കാര്യമോ ഒന്നും പറഞ്ഞിട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് പോകാം, ആദ്യം അമ്മയൊന്ന് ശാന്തമാകട്ടെ. അമ്മ ശാന്തമാകാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിൽ വലിയ ടെൻഷനായിരിക്കുമെന്ന്. ഇങ്ങേരെ കൊണ്ട് ഒരു ചുക്കിനും ചുണ്ണാമ്പിനും പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. മിക്കവാറും ഇത് 3 മാസത്തിനുള്ളിൽ തല്ലിപ്പിരിയും. വീട്ടുകാരോട് പറയണം, നോക്കട്ടെ, കുറച്ച് ദിവസം കൂടെ സഹിക്കാം എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ എൻ്റെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, എടി അങ്ങനെയാണെങ്കിൽ അങ്ങർക്ക് അമ്മയോട് അത്രയ്ക്ക് വിധേയത്വമാണെങ്കിൽ പിന്നെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വാ. രാത്രി ഒന്നും താമസിക്കാൻ പറ്റില്ലെങ്കിൽ പകൽ വന്നാൽ മതി. നിങ്ങൾക്ക് വിരുന്നുണ്ടെന്ന് പറഞ്ഞ് പകലിറങ്ങി വന്നു കഴിഞ്ഞാൽ തള്ള ഒരിക്കലും പ്രശ്നമുണ്ടാക്കിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു 3-4 മണിക്കൂർ ഇരിക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഒന്ന് തുടക്കം കുറിക്കാം. സ്വസ്ഥവും സമാധാനമായിട്ട്. ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താനേ വരില്ല. മേളിൽ ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ. നിങ്ങളായി നിങ്ങളുടെ ലോകമായി. മോളെ, ഇതായിരിക്കും നല്ലത്. ഇപ്പം തന്നെ ഇഴയെടുപ്പം തുടങ്ങിക്കൂ. അല്ലാതെ ഇത് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങളുണ്ടാകും, അകലങ്ങളുണ്ടാകും. അതോടുകൂടി ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അടുപ്പമില്ലാതാകും. ഇമ്പം വേണം മോളെ, ഇമ്പം. ഈ വീടിൻ്റെ മുകൾ ഭാഗം മുഴുവനും നിങ്ങൾക്കായി ഞാൻ തരാം. എനിക്കും അതിനുള്ള യോഗമില്ല. അങ്ങേര് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി കഷ്ടപ്പെടുന്നു, പലപ്പോഴും വരും.
അത്രയേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് സ്നേഹമില്ലാത്ത ആളൊന്നുമല്ല. എന്നാലും ഞാനങ്ങ് പറയുകയാണ്, ജീവിതം നന്നായി എൻജോയ് ചെയ്യൂ മോളെ എന്ന് പറഞ്ഞ് അവൾ 2-3 വട്ടം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഭർത്താവിനോട് ആ ഐഡിയ പറഞ്ഞത്. ഭർത്താവ് അതൊന്നും വേണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് മടുപ്പുണ്ട്. എനിക്കറിയാം നീ 3-4 മാസം ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന്. എനിക്കാണെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നുമില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതിരിക്കുകയാണ്. നിൻ്റെ കൂട്ടുകാർ പറഞ്ഞത് നല്ലൊരു ഓപ്ഷനാണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. നിൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ തൽക്കാലം പകൽ മതി, അതായിരിക്കും നമുക്ക് സേഫ്. എന്നാലും ഇതൊക്കെ താൽക്കാലികമായ സെറ്റപ്പ് അല്ലേ ചേട്ടാ? അമ്മേ എങ്ങനെയാണ് ശരിയാക്കുക? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എനിക്കും അതറിയില്ല. മരുന്നൊക്കെ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കില്ല. ഡോക്ടറെ ഫ്രീക്വൻ്റായിട്ട് കാണിക്കുന്നുണ്ടടി. പക്ഷേ നല്ല ആക്റ്റീവായിട്ടുള്ള ആളല്ലേ, അതിബുദ്ധിയുമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള മാനസികമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയില്ലേ? പിന്നെ നമുക്ക് രണ്ടുപേർക്കും സമാധാനമുള്ളൊരു അന്തരീക്ഷത്തിൽ ഒന്ന് മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ ജെല്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് പാത്രം കൊട്ടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അപ്പോൾ കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കും. പക്ഷേ ആദ്യ തവണ അതൊന്നും പറ്റില്ല. ആദ്യത്തെ കുറേ കാലം മനുഷ്യർ തമ്മിൽ നല്ല ഒരു അടുപ്പം വേണം. അങ്ങനെ ഒന്ന് ജെല്ലാകാൻ വേണ്ടിയിട്ട് നിൻ്റെ കൂട്ടുകാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു തീരുമാനമായിട്ട് എടുക്കുന്നതാകും നല്ലത്. നമ്മൾ തമ്മിൽ നല്ല അടുപ്പമായി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ താണ്ഡവം നമുക്കൊരു പ്രശ്നമല്ല എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ആ സമയത്ത് ആ നിർദ്ദേശം സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എന്തായാലും വിവാഹ ജീവിതത്തിലേക്ക് വന്നു. എന്തെങ്കിലും ഒന്നറിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഞാൻ തമ്മിലുള്ള അടുപ്പം വർദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തേക്കും. അല്ലെങ്കിൽ വീട്ടുകാരോട് പറഞ്ഞിട്ട് വിവാഹമോചനത്തിലേക്കും ആകേണ്ടി വരും. വേണ്ട, ചേട്ടൻ പറഞ്ഞതുപോലെ, എൻ്റെ കൂട്ടുകാർ പറഞ്ഞതുപോലെ അവളുടെ മണിമുറ്റത്ത് പൊന്നോണത്തിന് ഒരു ഊഞ്ഞാല് കെട്ടി ആടാമെന്ന് ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം, അതിനടുത്ത ദിവസം തന്നെയാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ ചെന്നു. അവൾ ഊണെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു. കഴിച്ച ശേഷം അവൾ ഞങ്ങളോട് പറഞ്ഞു, മുകളിലത്തെ മുറിയൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്, ഒരു 5 മണിയാകുമ്പോഴേക്കും ഇറങ്ങി വരില്ലേന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അല്ല ഞങ്ങളൊരു 4 ആകുമ്പോഴേക്ക് വരാമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ നോൺ ഷോ ഇപ്പോൾ 4-ക്കാണ് വിടുന്നത് എന്ന് പറഞ്ഞ് ചിരിച്ചു. ഹസ്ബൻഡിൻ്റെ മുഖം അത് കേട്ട് മങ്ങി. ഞാൻ അത് കാര്യമാക്കിയില്ല. ഞങ്ങൾ 2 പേരും കൂടി മുകളിലേക്ക് പോയി. കുറേ നേരമൊക്കെ സംസാരിച്ചു. അവൾ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതെൻ്റെ മനസ്സിലുമുണ്ട്. എന്നാലും നമുക്ക് കിട്ടിയൊരവസരമാണ്. അവൾക്ക് ഭർത്താവുണ്ട്. അവളെന്ത് വിചാരിക്കാനാണ്? അവളുടെ ഭർത്താവിനെ അവൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയുള്ളൂ നമ്മൾ തമ്മിലാണെങ്കിലും എന്ന് പറഞ്ഞു. എന്തായാലും സമാധാനപൂർവമായ അന്തരീക്ഷമാണ്, ഒരു ശബ്ദവുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് എന്തോ ഒരു കണക്ഷൻ വർക്കൗട്ടായി. കാണാത്ത മുന്തിരിത്തോപ്പുകളിൽ പോയി കിന്നരം വായിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നാണ് മുന്തിരിത്തോപ്പിൻ്റെ കവാടം ഒന്ന് തുറന്നു കിട്ടിയത്. മുന്തിരികൾ പൂത്ത് കായ്ച്ച് തളർത്ത് നിൽക്കുകയായിരിക്കും. നല്ല മധുരമുന്തിരി അന്ന് നുണഞ്ഞുകൊണ്ട് ഭർത്താവ് എന്നെ കമനീയമായ ഏദൻ തോട്ടത്തിലേക്ക് നയിച്ചു. ഏദൻ തോട്ടത്തിലെ കനികൾ തിരഞ്ഞു നടക്കുന്നതിനിടയ്ക്ക് അവസാനം മൂലയ്ക്ക് നിൽക്കുന്ന കനി കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താ നീ പെട്ടെന്ന് ഞെട്ടിയതെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ, ഏദൻ തോട്ടത്തിലെ ഈ കനിയാണോ പാപത്തിൻ്റെ കനി? അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇത് പാപത്തിൻ്റെ കനിയില്ല മോളെ, നിനക്ക് സന്തോഷം എപ്പോഴും തരുന്ന കനിയാണ്. പിന്നെ അവിടെ നടന്നത് ഏദൻ തോട്ടത്തിലെ മുന്തിരിവള്ളികൾ ആകെ കുലുങ്ങുന്ന ഒരനുഭവമായിരുന്നു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ പതുക്കെ നനയ്ക്കൂ, ഇല്ലെങ്കിൽ ഏദൻ തോട്ടം മുഴുവനും വെള്ളപ്പൊക്കമാകുമെന്ന്. മോളെ, ഏദൻ തോട്ടത്തിൽ കൂടെ ഇപ്പം തന്നെ നദികൾ പലതും ഒഴുകുന്നുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല. വെള്ളമുള്ളിടത്ത് വെള്ളപ്പൊക്കമുണ്ടാകും, അത് സ്വാഭാവികമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓ മൈ ഗോഡ് എന്നെനിക്ക് 10 തവണ വിളിക്കേണ്ടി വന്നു. എന്തായാലും 4 ആയപ്പോഴേക്കും ഞങ്ങൾ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അവൾ ചായയൊക്കെ റെഡിയാക്കി കാത്തിരിക്കുകയായിരുന്നു. അവളുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി തുടങ്ങി വെച്ചോ എന്ന് ചോദിച്ചു. ഞാനും ഭർത്താവും ചെറുചിരിയോടെ അവളോട് താങ്ക്സ് പറഞ്ഞു.
പക്ഷേ എനിക്ക് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് അവൾ ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അവൾ എൻ്റെ കാതിൽ ഓതി പറഞ്ഞു, സാരമില്ല, അടുപ്പിച്ച് 5 ദിവസം ഇവിടെ വിരുന്നിന് വരണം, അപ്പോൾ ബുദ്ധിമുട്ടുകൾ മാറും, ശരിയായിട്ട് നടക്കാനും പറ്റുമെന്ന് പറഞ്ഞു. അനുഭവം കൊണ്ട് പറയുകയാണ്. പക്ഷേ അവൾ ഒന്നുകൂടി ചോദിച്ചു, സത്യം പറയട്ടെ മോളെ, ആ മുറിയിൽ നിന്ന് സാധാരണ ആര് കയറിയാലും ശബ്ദങ്ങളൊന്നും ഇങ്ങോട്ട് കേൾക്കുന്നതല്ല. പലപ്പോഴും പല റിലേറ്റീവ്സും വന്ന് ആ മുറിയിൽ കിടന്നിട്ടുണ്ട്. അവിടുന്ന് ഒരു ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിഭയങ്കരമായൊരു ശബ്ദം കേട്ടു. അത് നിന്റെ ശബ്ദമാണെന്ന് എനിക്ക് തോന്നി. നീ എന്ത് ഭാഗ്യവതിയാണ്. ശക്തമായി ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നുണ്ട്. അങ്ങനെ ആഞ്ഞടിക്കണമെങ്കിൽ അത് വലിയൊരു മേഘസ്തംഭമായിരിക്കും. എനിക്കോ അതിനുള്ള ഒരു ഭാഗ്യവുമില്ല എന്നവൾ പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് സ്നേഹമുണ്ട്, പക്ഷേ നീ വിളിച്ചു കരഞ്ഞതുപോലെ എനിക്ക് വിളിക്കാൻ ഒരവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എടി, ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, പ്രയാസമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു. പക്ഷേ ഞാനാണെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ പൊന്നുമോളെ, നീ ഭാഗ്യവതിയാണ്, നിനക്ക് ഒരു പ്രശ്നവുമില്ല, ദീപസ്തംഭം മഹാശ്ചര്യമാടി എന്ന് പറഞ്ഞു. എന്തായാലും അവൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. എനിക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ഹസ്ബൻഡിനെയാണെന്നല്ലേ അവൾ ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും ഇനി അങ്ങനെ എങ്ങനെയായാലും മുന്നോട്ട് കൊണ്ടുപോകാം, അതായിരിക്കും നല്ലത്. എന്തായാലും അവൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ അടുപ്പിച്ച് കുറേ ദിവസം വിരുന്നാണെന്ന് പറഞ്ഞ് വന്നു. അമ്മായിമ്മ തിരിച്ചു ചെന്നപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും ഞങ്ങൾ പിടിച്ചു നിന്നു. പിന്നെ അതൊരു തുടർക്കഥയായി. പല സമയത്തും ഞങ്ങൾ അവിടെയാണ് സന്ധിച്ചത്. കാര്യങ്ങളെല്ലാം ഉഷാറായതുകൊണ്ട് എനിക്ക് വിശേഷമുണ്ടായി മാഡം. അപ്പോൾ വീട്ടുകാരെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ തനി നിറം അന്ന് പുറത്തു വന്നു. ഇവളും ഇവനും കൂടെ ഇതെവിടെ നിന്ന് സൃഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളി ഉറഞ്ഞു. അന്ന് എൻ്റെ വീട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, ഇവർ എങ്ങനെയാണെന്നുള്ളത്. അതോടുകൂടി അമ്മയും അച്ഛനും പറഞ്ഞു, ഇനി ഞങ്ങളുടെ മോളെ അങ്ങോട്ട് വിടില്ല, നീ വീട്ടിൽ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോന്നു. അതൊരു സമാധാനമായിരുന്നു. പക്ഷേ ഭർത്താവ് അതിനെ എതിർത്തില്ല. അതിനെന്താമേ, ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഭർത്താവ് എന്നോട് പറഞ്ഞു, എടി നീ വീട്ടിൽ പോയി നിന്നു, ഞാൻ അങ്ങോട്ട് വന്നോളാം, അവിടെ വന്ന് താമസിക്കാം, ഒരു പ്രശ്നവുമില്ല. ആദ്യം എനിക്കൊരു കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അമ്മ ഇങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നടക്കില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഉദ്യോഗം കണ്ട് നിങ്ങളുടെ വീട്ടുകാർ അധികമൊന്നും ആലോചിക്കാതെ നമ്മുടെ കല്യാണം നടന്നു. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഞാനായിട്ട് എങ്ങനെ പറയുക, നീയായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകും. ഇതിപ്പം അവരെ കണ്ടതുകൊണ്ടൊരു തീരുമാനമെടുത്തല്ലേ, അതുകൊണ്ട് നീ വീട്ടിൽ പോയി നിൽക്ക്, ഞാനങ്ങ് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെയായി കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമില്ല. എൻ്റെ വീട്ടിലങ്ങ് പോയല്ലോ. ഹസ്ബൻഡ് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും. ഹസ്ബൻഡ് ഇവിടെ വരുന്ന ദിവസങ്ങളിൽ അമ്മായിയമ്മയ്ക്ക് കൂട്ടായിട്ടൊരാളെ ഏർപ്പാടാക്കുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പാടായി എന്നുള്ള അവസ്ഥ വരികയും ചെയ്തു. അമ്മായിയമ്മ ഞാൻ അങ്ങോട്ട് ചെല്ലാത്തിടത്തോളം കാലം എൻ്റെ കാര്യം ശ്രദ്ധിക്കില്ല. അവർക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞങ്ങൾ എപ്പോഴും എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകും. ഞാൻ റെസ്റ്റാണല്ലോ. അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എടി ഞാൻ നിനക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു, നീ ഇപ്പോൾ റെസ്റ്റാണ്, അവന് 1 വർഷത്തിൽ കൂടുതൽ റെസ്റ്റ് എടുക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പച്ചയായിട്ട് പറഞ്ഞു, നിൻ്റെ റെസ്റ്റിംഗ് പീരീഡിൽ മാത്രം ഞങ്ങൾ 2 പേരും കൂടി ഒന്ന് ചേർന്നിരുന്നോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, നടക്കില്ല, എനിക്കെൻ്റെ ഭർത്താവ് ഏറ്റവും വലുതാണ്, നീ നിൻ്റെ ഭർത്താവിനെ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അവളപ്പോൾ പറഞ്ഞു, എന്ത് ചതിക്കാനാണ്, എനിക്ക് ആ കുഞ്ഞാറ്റക്കിളി കണ്ടു മടുത്തു മോളെ എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു. നീ കരഞ്ഞതുപോലെ എനിക്കും കരയണം കുട്ട എന്ന് പറഞ്ഞ് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. സന്തോഷക്കരച്ചിലാണ്. കുഞ്ഞാറ്റക്കിളിയെ കണ്ട് ഞാൻ കരഞ്ഞത് എൻ്റെ ദുഃഖമായിരുന്നു, നീ കരഞ്ഞത് സന്തോഷത്തിലല്ലേ, അതുപോലെ തന്നെ എനിക്കും കരയണം എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കാലി പിടിച്ച് യാചിച്ചു. നീ റെസ്റ്റ് അല്ലേടി, അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിൻ്റെ ഭർത്താവിന്, അവനും എല്ലാം അറിഞ്ഞവനല്ലേ, അപ്പോൾ ആ സമയത്ത് ഞാനുള്ളതല്ലേ അവനൊരു കമ്പനി, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അവകാശം ഉന്നയിച്ച് വരില്ല, എല്ലാം റെസ്റ്റിംഗ് പീരീഡിലേക്ക് മാത്രമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവൾ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു. ആദ്യം പുള്ളിക്ക് ഒട്ടും സമ്മതമായിരുന്നില്ല. അവളുടെ കണ്ണീരും കരച്ചിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു,
അവൾ പാവമല്ലേ ചേട്ടാ, അവൾ ഒത്തിരി ദുഃഖിക്കുന്നുണ്ട്. കുരുവിയെ കണ്ടു കണ്ട് മടുത്ത അവൾക്ക് കുതിരയെ കാണാൻ മോഹമില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അതോടുകൂടി ഭർത്താവ് സമ്മതിച്ചു. പക്ഷേ നീ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാനതിനും ശരിവെച്ചു. എൻ്റെ കൂട്ടുകാരിക്ക് അവരുടെ മോഹസാഫല്യത്തിന് വേണ്ടി വാതായനങ്ങൾ തുറന്നു കൊടുക്കാൻ കളിത്തോഴിയായി ഞാനും കൂട്ടുനിന്നു. അവളുടെ സന്തോഷക്കരച്ചിൽ ഞാൻ കേട്ടു. അവൾ എന്നോട് പറഞ്ഞത്, നിധിയാണ് എനിക്ക് കിട്ടിയത്, നിനക്കും എനിക്കും കിട്ടിയ വമ്പൻ നിധിയാണ്. ആ നിധിയുടെ ഉടമ നീയാണ്. നിധിയുടെ കാവൽക്കാരിയാണ് ഞാൻ. ഇടയ്ക്ക് മാത്രം ഞാൻ കാവൽക്കാരിയാകും മോളെ എന്ന് പറഞ്ഞ് അവൾ സന്തോഷം കൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് നിധിയുടെ വില എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. നാളെ ഇനി എനിക്കിത് പാരയാകുമെന്നറിയില്ല. പല കഥകളും ഇങ്ങനെ കേൾക്കുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ, അവളും ഭർത്താവും കൂടി ഓവർ അറ്റാച്ച്മെൻ്റ് ആകുമോ എന്നൊക്കെ ഞാൻ ഭയക്കുന്നു. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാനാണ്? അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഭർത്താവും അവളും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇത്തിരി ടെൻഷനാണ്. എന്തായാലും നമുക്ക് ഭാവി ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. കാര്യം ഇത്തരം ബന്ധങ്ങൾ നമ്മൾ നേരത്തെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. സിറ്റുവേഷൻസൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമെന്നല്ലാതെ ഇതൊക്കെ തുടർക്കാതെ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ വലിയൊരു വെള്ളപ്പാച്ചിലിൽ പെട്ടുപോയി, അല്ലെങ്കിൽ ഒരു വെള്ളപ്പാച്ചിൽ പോകുന്നു, അതെവിടെ തട്ടി നിൽക്കും, എവിടെ ചെന്ന് പതിക്കും, കടലിൽ ചേരുമോ, ഡാമിൽ ചേരുമോ, അല്ലെങ്കിൽ അപ്രത്യക്ഷമാകുമോ, നമുക്കൊന്നും അറിയില്ല. അതേപോലെയാണ് ഇത്തരം ബന്ധങ്ങൾ. ഒരു നിശ്ചയവും നമുക്ക് ഒരു കാര്യത്തിലും പറയാൻ പറ്റാത്ത പാറ്റേണിലുള്ള ബന്ധങ്ങളാണ്. അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. ഒഴുക്കിൽ അങ്ങോട്ട് നീന്തിപ്പോവുക, അല്ലെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തുക, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയും കുട്ടിയുടെയും ഒരു ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭർത്താവ് അമ്മയൊക്കെ പേടിക്കുന്നു, അല്ലെങ്കിൽ നാട്ടുകാരെ വീട്ടുകാരെയൊക്കെ പേടിച്ച് ഇരിക്കുന്നൊരു ടൈപ്പാണ്. കാര്യം അദ്ദേഹത്തിന് വലിയ ധൈര്യമൊന്നും ഈ കാര്യത്തിലില്ല. എല്ലാം ഒരു നല്ലവനായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ അവരെ പ്രേമിച്ച് അങ്ങനൊരു കൊള്ളക്കം ഉണ്ടാക്കില്ല എന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിക്കും ഭർത്താവ് ഗൾഫിലാണ്, അയാളുടെ അടുത്ത് നല്ലൊരു ഭാര്യയായിട്ട് ജീവിക്കാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെ അഭിനയിച്ച് ജീവിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളവരെ അബദ്ധവശാലങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ പുറത്തറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതല്ലാതെ ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് അങ്ങനെ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, മനുഷ്യൻ്റെ മനസ്സാണ്. അപ്പോൾ അത് ആ വഴിക്ക് പോകും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞു, അയ്യോ എനിക്ക് അങ്ങനല്ലേ, ഞാൻ കുരുവിയാണ് കണ്ടത്, എനിക്ക് കഴുകനെ കാണണമെന്നോ അല്ലെങ്കിൽ മല കയറണമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുമോ? സ്വന്തം ഭർത്താവല്ലേ. ഇപ്പോൾ ഒരാൾ ദാരിദ്ര്യമാണ്, അല്ലെങ്കിൽ പണത്തിന് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ സഹായം ചെയ്യുന്ന പോലെയാണോ ഈ കാര്യം? അപ്പോൾ അതിലൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫേസ് ചെയ്യേണ്ടി വരും. അത് കരുതി ജീവിക്കുക, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക?